+2 കെമിസ്ട്രി പ്രാക്ടിക്കൽസിൽ നിങ്ങളെ ഏറ്റവും അധികം കുഴപ്പിച്ചിരിക്കുന്ന, ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിട്ടിരിക്കുന്ന, പഠിക്കാനായിക്കോട്ടെ, ലാബിൽ കയറി ചെയ്യാനായിക്കോട്ടെ, അതിനപ്പുറത്ത് റിപ്പോർട്ട് എഴുതി കൊടുക്കാനായിക്കോട്ടെ, ഇതിലെല്ലാം നിങ്ങൾ എല്ലാവരും ഭൂരിഭാഗം ആളുകളും ബുദ്ധിമുട്ട് നേരിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാൾട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിക്കാം. പഠിക്കാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ പബ്ലിക് എക്സാം ആയെങ്കിൽ തന്നെ പഠിക്കാത്തവരുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരൊറ്റ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്നതാണ്. പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് ഓർത്ത് വെക്കാമെന്നും, ലാബിൽ കയറി എങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു സാൾട്ടിലെ കാറ്റയോണിനെയും ആനയോണിനെയും ഐഡന്റിഫൈ ചെയ്യാം, കൺഫർമേറ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് സാൾട്ട് ചെയ്ത് പുറത്തിറങ്ങി വരുവാൻ വേണ്ടി നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യാം. ഈ +2 കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ എക്സാമിൽ സാൾട്ട് അനാലിസിസ് ഒരു ടെൻഷനും ഇല്ലാതെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ചെയ്തിറങ്ങണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. നിങ്ങൾ നിറവേറ്റണം. ഓക്കെ, ട്രിപ്സ് ആൻഡ് ടിപ്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലായിട്ട് നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സാൾട്ടുകളുടെ കാറ്റയോണുകളും ആനയോണുകളും ആദ്യം നമുക്ക് പരിചയപ്പെടാം. കാറ്റയോണുകൾ ഇത്ര എണ്ണമുണ്ട്, ആനയോണുകൾ ഇത്ര എണ്ണമേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് പറയാനുള്ളത് ആരൊക്കെയാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി എടുക്കാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല, എല്ലാ ട്രിക്സ് എല്ലാം ഒരുപാട് ട്രിക്സ് ഈ വീഡിയോ ഉണ്ടായിരിക്കും. ഒന്ന് കണ്ടു തീർക്കണേ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിൽ ആളുകളെയാണ് കാറ്റയോണുകൾ എന്ന് പറയുന്നത്. ആ കാറ്റയോണുകളെ നമ്മൾ ബേസിക് റാഡിക്കൽസ് എന്ന് കൂടെ പറയും. വൈവ ക്വസ്റ്റ് ആണ് ബേസിക് റാഡിക്കൽസ് എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വൈവ ക്വസ്റ്റിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ വീട് എവിടെയാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ള കാര്യം സംസാര രീതിക്ക് ചോദിച്ചു പോകുന്നത് പോലെ തന്നെയായിരിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇത് കൺഫർമേറ്റർ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്തത്, ഇതെങ്ങനെ ചെയ്തപ്പോൾ എന്ത് കിട്ടാൻ കാരണം എന്താ, നിങ്ങൾ സാധാരണ രീതിക്കായിരിക്കും ചോദിച്ചു പോകുന്നുണ്ടായിരിക്കുക. നിങ്ങളെ ഒട്ടും തന്നെ ടെൻഷൻ അടിപ്പിക്കാത്ത രീതിക്കായിരിക്കും വൈവ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കുക. അതൊക്കെ നിങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ കോൺഫിഡന്റ് ആയിരുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വൈവില് മാർക്ക് ഫുൾ കിട്ടുക തന്നെ ചെയ്യും. അല്ലാതെ ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ടുള്ള ഒരു സെഷൻ ആയിരിക്കും എല്ലാവരുടെയും എന്ന് വിചാരിക്കരുത്. ചുമ്മാ ചോദിച്ചു പോകുന്ന കാര്യങ്ങൾ അതൊക്കെയായിരുന്നു വൈവ ക്വസ്റ്റൻ. അതൊക്കെയായിരുന്നു വൈവ ക്വസ്റ്റൻ. അങ്ങനെയാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈവ ക്വസ്റ്റൻസ് പോലും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ലാബിനകത്ത് കയറി നമ്മൾ ആദ്യം അരമണിക്കൂർ എങ്ങനെ പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്ക് ഉണ്ടായിരിക്കുക. കയറുമ്പോൾ തന്നെ വളരെ ടെൻഷനോട് കൂടെ ബേജാറായിട്ട് ചോദിക്കുകയാണെങ്കിൽ ടീച്ചർ അവസാനം വരെ 3 മണിക്കൂർ തീരുന്നവരെ നമ്മൾ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് വളരെ കോൺഫിഡന്റ് ആയിട്ട് എല്ലാം ചെയ്യുന്ന കുട്ടിക്ക് എല്ലാം അറിയാം എന്ന ധാരണയിൽ ടീച്ചർ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ആക്ട് ചെയ്യാനല്ല, കോൺഫിഡന്റോടുകൂടി തന്നെ ലാബിൽ നിൽക്കാനാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആനയോണുകൾ നമുക്ക് എന്ത് പറയാം? ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളവയാണ്. നെഗറ്റീവ് ചാർജിൽ ആനയോണുകൾ നമ്മൾ ആസിഡ് റാഡിക്കൽസ് എന്ന് കൂടെ പറയാം. ഇതിന് പറയുന്നതിന് ആസിഡ് റാഡിക്കൽസ്. നമുക്ക് അവർ പഠിക്കാനുള്ള കാറ്റയോണുകൾ ഏതൊക്കെയാണെന്നും അവരുടെ ഗ്രൂപ്പും ഒക്കെ നമുക്ക് നോക്കാം ചെയ്യാനുള്ളത്. ഓക്കെ, അമോണിയമാണ് ആദ്യം വരുന്നത്. അമോണിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയം എന്ന് പറഞ്ഞാൽ NH4 ആണ്. NH4+ ആണ്. ലെഡ് അടുത്തത് Pb2+. ഇത് എനിക്ക് തോന്നിയ ഓർഡറിലല്ല, ഇതേ ഓർഡറിലാണ് നിങ്ങൾ ഓർത്തിരിക്കണതും പഠിച്ചിരിക്കണതും. സ്കീം പഠിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. കോപ്പർ Cu2+. പലരുടെ സ്കൂളും ഭൂരിഭാഗം സ്കൂളിലും കോപ്പർ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് പക്ഷേ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സ്കീം അതേ റിപ്പോർട്ട് എഴുതി, സാൾട്ടിന്റെ റിപ്പോർട്ട് എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ ഈ കോപ്പറിനെ കൂടെ ചേർത്ത് വേണം എഴുതി കൊടുക്കാനായിട്ട്. കിട്ടിയില്ല എന്നുള്ളത്. അലുമിനിയമാണ്. അലുമിനിയം Al3+ ആണ്. ദെൻ സിങ്ക് Zn2+, ബേരിയം Ba2+, കാൽസ്യം Ca2+, മെഗ്നീഷ്യം Mg2+. ഇത് ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുന്നത്. ദെൻ ഇതിന്റെ ഗ്രൂപ്പുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അമോണിയത്തിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 0 ഗ്രൂപ്പാണ്. 0 ഗ്രൂപ്പ്. അപ്പൊ അമോണിയ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? 0 ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇനി 0 ഗ്രൂപ്പിൽ ആരാണ് ഉണ്ടായിരിക്കുക? അമോണിയം ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ചോദ്യമായിട്ട് വരാവുന്നതാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പാണ് കോപ്പർ. കോപ്പർ പഠിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പർ പഠിക്കാതിരിക്കരുത്. പഠിക്കണം, റിപ്പോർട്ട് എഴുതി കൊടുക്കുമ്പോൾ കൊടുക്കണം. വൈവ ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. ചെയ്യാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലാബിൽ ചെയ്യാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് 3 അലുമിനിയം. ഈ പഠിക്കാനുള്ള ആളുകളിൽ 3+ വരുന്ന ഒരൊറ്റാളേ ഉള്ളൂ. അതാണ് അലുമിനിയം 3+ ആണ്. അലുമിനിയം 3+. അപ്പോൾ അത് 3rd ഗ്രൂപ്പ് എന്ന് അലുമിനിയത്തെ ഓർത്ത് വെക്കാം. ഇതിനകത്ത് സിങ്ക് എടുക്കുകയാണെങ്കിൽ 4th ഗ്രൂപ്പാണ്. ബേരിയവും കാൽസ്യം ഒരുമിച്ച് തന്നെ കബ എന്നൊക്കെ പറഞ്ഞ് ഓർത്ത് വെക്കാം. റെഡി? ആ രണ്ടാളുകൾ BaCa ABC. നോക്കി, ABC BaCa. അത് വിഷയമുള്ള കാര്യം. അതേതാണ്? 5th ഗ്രൂപ്പിൽ പെടുന്നതാണ്. ലാസ്റ്റ് 6th ഗ്രൂപ്പിൽ പെടുന്നതാണ് ജിംനേഷ്യം. ഓക്കെ, മെഗ്നീഷ്യം ലാസ്റ്റ്. അപ്പൊ കാറ്റയോണുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മ നോക്കുക. ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇനി നമുക്ക് പഠിക്കുന്നത് ആനയോണുകൾ ഏതൊക്കെയാണ് എന്ന്. ആനയോണുകൾ കാർബണേറ്റ് ഉണ്ട്, അസറ്റ് ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, നൈട്രേറ്റ് ഉണ്ട്, സൾഫേറ്റ് ഉണ്ട്. ഈ ആളുകളെ ഇതേ ഓർഡർ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. കാർബണേറ്റുകൾ എന്ന് പറഞ്ഞാൽ CO3 ആണ്. കാർബണേറ്റ് CO3 നോക്കണേ, ഓർത്ത് വെച്ചോണേ ഈ ആളുകളെ. അസറ്റ് എന്ന് പറഞ്ഞാൽ CH3COO- ആണ്. ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ Cl-ഉം, നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ NO3-ഉം, സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ SO4 ആണ്. റെഡി? ഈ ആളുകളെ ഇതേ ഓർഡർ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആനയോണുകൾ ഏതൊക്കെയാണെന്ന്. സാൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു കാറ്റയോണിന്റെയും ഇവിടെയുള്ള ഒരു ആന്റിയോണിന്റെയും കോംബോ ആയിരിക്കും. അതായത് നിങ്ങളുടെ സ്കൂളുകളിൽ വെച്ചിരിക്കാവുന്ന സാൾട്ടുകൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
അമോണിയം കാർബണേറ്റ് ഉണ്ടാവാം, അമോണിയം അസറ്റേറ്റ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, ഇതിലേതെങ്കിലും ഉണ്ടായിരിക്കും. അടുത്ത ലെഡ് കാർബണേറ്റ്, ലെഡ് അസറ്റേറ്റ്, ലെഡ് ക്ലോറൈഡ്, ലെഡ് നൈട്രേറ്റ്, ലെഡ് സൾഫേറ്റ്, ഇതിലേതെങ്കിലും ഉണ്ടാവാം. അതുപോലെ സിങ്ക് അടിക്കുകയാണെങ്കിൽ സിങ്ക് കാർബണേറ്റോ സിങ്ക് സൾഫേറ്റോ സിങ്ക് ക്ലോറൈഡോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിരിക്കും. ബേരിയം ആണെങ്കിൽ ബേരിയം സൾഫേറ്റ്, ബേരിയം ക്ലോറൈഡ്, ബേരിയം അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കും. മെഗ്നീഷ്യം ആണെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ വന്നാൽ പെട്ട് കിട്ടാതിരിക്കട്ടെ. വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അമോണിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ കിട്ടും, കാരണം ആദ്യത്തെ ആളുകളായതുകൊണ്ട്. അവസാനത്തെ ആളുകളാണെങ്കിൽ കുറച്ച് നേരം നിൽക്കണം എന്നേ ഉള്ളൂ, ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. വളരെ ഈസിയായിട്ട് ചെയ്യാം. ഐഡിയക്ക് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. നോക്കണേ നിങ്ങൾ. നമ്മൾ ലാബിൽ കയറിയാൽ തന്നെ ചെയ്യുന്നത് ആദ്യം ഈ ആനയോണുകളുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാൾട്ടിലുള്ള നെഗറ്റീവ് ചാർജിൽ ആനയോൺ ഏതാണ്, കാർബണേറ്റ് ആണോ, അസറ്റേറ്റ് ആണോ, ക്ലോറൈഡ് ആണോ, നൈട്രേറ്റ് ആണോ, സൾഫേറ്റ് ആണോ എന്നുള്ളതിന്റെ ഐഡന്റിഫിക്കേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു ഏതാണെന്നുള്ളത്. ദെൻ അവന്റെ മാത്രം കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും ഇവരിൽ ഒരാളുടെ കൺഫർമേറ്ററി ടെസ്റ്റുമാണ് നമ്മൾ ചെയ്യുക. കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആനയോൺ തെറ്റാണെന്ന് വീണ്ടും ആദ്യം മുതൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അഥവാ തെറ്റാണ് കിട്ടിയതെങ്കിൽ പോയി ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ പറയും ഒന്നുകൂടെ ചെയ്ത് നോക്കൂ. അതൊരു ഹിന്റാണ്. അതായത് നമുക്ക് കിട്ടിയ ആൻസർ തെറ്റാണ് എന്നുള്ളതിന് ഒരു ഹിന്റാണ്. ഓക്കെ മിസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോയി ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. അതിന്റെ കാറ്റഗറിലോട്ട് കിടക്കുക. അപ്പോൾ ഇതൊരു കൺഫർമേറ്ററി ടെസ്റ്റ് കഴിഞ്ഞാൽ ആനയോൺ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത എന്താണ് കാറ്റഗറി ഏതാണെന്നുള്ളത്. ആദ്യം ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. 0 ഗ്രൂപ്പാണോ, ഫസ്റ്റ് ഗ്രൂപ്പാണോ, സെക്കൻഡ് ഗ്രൂപ്പാണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ, ഫിഫ്ത്ത് ആണോ, സിക്സ് ആണോ എന്നുള്ള ഏത് ഗ്രൂപ്പാണ് എന്നുള്ളതിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ആ ഗ്രൂപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ മാത്രം കൺഫർമേറ്ററി. കാറ്റഗോണുകളുടെ കൺഫർമേറ്ററിയിൽ 2 ടെസ്റ്റ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ടെസ്റ്റാണ് ഭൂരിഭാഗം സ്കൂളുകളും ചെയ്തിട്ടുണ്ടായിരിക്കുക. 2 ടെസ്റ്റും ചെയ്യുന്ന സ്കൂളുകൾ ഉണ്ട്. രണ്ടാമത്തെ ചെയ്താൽ തന്നെ അത് കൺഫേം ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. മീൻസ് അത് ഏതാണ് കാറ്റ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എഴുതി കൊടുക്കുമ്പോൾ 2ഉം ചെയ്തിട്ട് കിട്ടി എന്നുള്ളതാണ്. അതായത് കൺഫർമേറ്ററി ടെസ്റ്റ് 2ഉം ചെയ്തു എന്നുള്ളത് എഴുതി കൊടുക്കണം, അതിന്റെ റിപ്പോർട്ട് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ആനയോണുകളുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. ആനയോണുകളുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും സാൾട്ടിൽ നിന്നാണ്. അതായത് സാൾട്ടും സാൾട്ട് സൊല്യൂഷനും ടു ദ സാൾട്ട് അല്ലെങ്കിൽ ടു ദ സാൾട്ട് സൊല്യൂഷൻ എന്നാണ് സ്കീമിൽ ഉണ്ടായിരിക്കുക. നിങ്ങൾ സ്കീം കയ്യിലുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ആനയോണുകളുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകൾ എല്ലാം ചെയ്യുന്നത് സാൾട്ടിലായിരിക്കും. സാൾട്ടിലാണ് നിങ്ങൾ ഈ റിയേജന്റുകളൊക്കെ ചേർക്കേണ്ടത്. ആ ചേർക്കേണ്ടത് ആരൊക്കെയാണെന്നും എന്തൊക്കെയാണ് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട്. എങ്കിലും അത് ഓർഡറിൽ എങ്ങനെ ഓർത്ത് വെക്കാമെന്നുള്ള ഐഡിയ ഞാൻ അവിടെ തരാനായിട്ട് പോകുന്നു. ആദ്യം തന്നെ നിങ്ങൾ കാർബണേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. കയറി ഉടനെ തന്നെ സാൾട്ട് എടുക്കുന്നു, ടെസ്റ്റുബിൾ സാൾട്ട് എടുക്കുന്നു, അതിൽ ഡൈല്യൂട്ട് HCl ചേർക്കുന്നു. പഠിപ്പിക്കാനുള്ള ഓർഡർ ഐഡിയ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. ഡൈല്യൂട്ട് HCl ചേർക്കുന്നു. അവിടെ നമുക്ക് കിട്ടേണ്ടത് നുരയും പതിയുമാണ്. ഞാൻ ഇവിടെ എഴുതുന്നില്ല, ഓർത്ത് വെച്ചോളൂ. നുരയും പതിയും അഥവാ ബ്രിസ്കഫർ വെസൻസ് ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് കാർബണേറ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കളയുന്നു. ദെൻ വീണ്ടും ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, സാൾട്ട് ഇടുന്നു, സാൾട്ട് അല്ല, ഇതാണ് വാച്ച് ഗ്ലാസ് ആണ് അല്ലെ, സെക്കൻഡ് വാച്ച് ഗ്ലാസ് ആണ്. ഡൈല്യൂട്ട് H2SO4ഉം സാൾട്ടും കൂടെ ചേർത്ത് ഒരു മിക്സർ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സ്മെല്ല്. അവിടെ കിട്ടുന്ന സ്മെല്ല് ഏത് സ്മെല്ലാണെന്ന് അറിയാമോ? ഈ പുളിയുറുമ്പില്ലേ, അറിയാമോ? പുളിയുറുമ്പ് മാങ്ങ മരത്തിലെ കൊണ്ട് മാങ്ങ മരം മാവിലൊക്കെ ഉണ്ടായിരിക്കും. ആ മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗോതമ്പ് മാവ് വിചാരിക്കും. മാങ്ങ കായ്ക്കുന്ന മരത്തിൽ പുളിയുറുമ്പ് ഉണ്ടായിരിക്കും. ആ ഉറുമ്പിനെ കൊല്ലരുത്. ചത്ത ഉറുമ്പിനെ ഒന്ന് അമർത്തി സ്മെല്ല് ചെയ്യുന്നു, അങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനുണ്ടായിരിക്കും അസറ്റേറ്റിന്റെ സ്മെല്ല്. അതിന്റെ സ്മെല്ല് എന്താണോ അതാണ്. പുളിയുറുമ്പിനെ തേടി പോവേണ്ടതില്ല. നിങ്ങൾ പലരും ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ആ ഒരു സ്മെല്ല് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അത് അസറ്റേറ്റ് ആണ്. ദെൻ അടുത്ത നമ്മൾ ചേർക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് അവിടെ ഒരു വൈറ്റ് കളർ ഗ്യാസ് ആണ് കിട്ടുക. വൈറ്റ് കളർ ഗ്യാസ് കിട്ടും. അത് NH4OH ഡിപ്പ് ചെയ്ത മറ്റേ ഗ്ലാസ് റോഡും കൂടെ കാണിക്കുമ്പോൾ കൂടുതൽ ഫ്യൂംസ് ആണ്. അപ്പൊ ഗ്യാസ് ആണ്, ഒരുപാട് ഗ്യാസ് വരുന്നു. മറ്റൊന്നുമില്ല, ക്ലോറൈഡ് ആണ്. അവിടെ എന്തുകൊണ്ട് മനസ്സിലാക്കാം? ക്ലോറൈഡ് എന്ന് മനസ്സിലാക്കാം. ഈ ലാസ്റ്റ് ഇവിടെ നിങ്ങൾ നോക്കണേ, സാൾട്ടിൽ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, സാൾട്ട് ഇടുന്നു, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു. വൈറ്റ് ഗ്യാസ് വന്നാൽ ക്ലോറൈഡ് ആണെന്ന് ഏകദേശം ധാരണ കിട്ടും. പിന്നെ NH4OH ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡും കൂടെ കാണിക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് വന്നാൽ അവിടെ നമ്മൾ ക്ലോറൈഡ് ആണെന്ന് പറഞ്ഞ് ക്ലോറൈഡിന്റെ കൺഫർമേറ്ററിലോട്ട് പോവാം. നിങ്ങൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർത്തുമ്പോൾ ഒരു ഗ്യാസും വന്നില്ല, ക്ലോറൈഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിച്ചു കളയാൻ നിൽക്കരുത്. എന്ത് ചെയ്താൽ മതി? വൈറ്റ് ഗ്യാസ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു പേപ്പർ വാളുണ്ട്, ചെറിയ പീസ് പേപ്പറിനെ ഉരുണ്ടിയാക്കി നേരെ അതിലോട്ട് ഇടുക. അതാണ് അടുത്ത ടെസ്റ്റ്. അല്ലാതെ ഇത് കളയാൻ നിൽക്കരുത്. ക്ലോറൈഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കളയാൻ നിൽക്കരുത്. എന്തിനാ സാൾട്ട് കളയുന്നത്? അപ്പൊ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക, പേപ്പർ ബാൾസ് ചേർക്കുക. അവിടെ നമുക്ക് എന്താണ്, റെഡിഷ് ബ്രൗൺ ഗ്യാസ് ആണ് വരേണ്ടത്. നേരെ വെള്ള കളർ ഗ്യാസ് വരണം. ആ വെള്ള കളർ ഗ്യാസ് വന്നില്ലെങ്കിൽ ക്ലോറൈഡ് അല്ല, പേപ്പർ ബാൾട്ട് ബ്രൗൺ കളർ ഗ്യാസ് വരണം. ആ ബ്രൗൺ കളർ ഗ്യാസ് വന്നാൽ നൈട്രേറ്റ്, വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? അത് ഒഴിച്ച് കളയുക, ബേരിയം ക്ലോറൈഡ് ചേർക്കുക. ബേരിയം ക്ലോറൈഡ് ചേർക്കുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ തന്നെ ഉണ്ട് എങ്കിൽ അത് സൾഫേറ്റ് ആണ്. സൾഫേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണത്. ഇതൊരു ഓക്കെയാണ്.
ഈ പറഞ്ഞിരിക്കുന്ന ഇതേ സംഭവം എങ്ങനെ ഓർത്ത് വെക്കാമെന്നുള്ളത് ഒരു എക്സ്ട്രാ ഒരു ഐഡിയ ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. സാൾട്ട് എടുക്കുന്നു, ഡൈല്യൂട്ട് HCl ചേർക്കുന്നു. ഡൈല്യൂട്ട് HCl ചേർത്തിട്ട് ബ്രിസ്ക് റെസിസ്റ്റൻസ് വന്നില്ലെങ്കിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നു. സ്മെല്ല് നോക്കുന്നു, സ്മെല്ല് വന്നില്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നു. വൈറ്റ് ഗ്യാസ് വരണം. ഗ്യാസ് വന്നില്ലെങ്കിൽ അത് കുറച്ച് പേപ്പർ ബാൾ ഇടുന്നു. അങ്ങനെയാണെങ്കിൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഗ്യാസ് വരണം. ആ ഗ്യാസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് BaCl ബേരിയം ക്ലോറൈഡ് ചേർക്കും. ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് H2SO4. ഡൈല്യൂട്ട് H2SO4 സെറ്റ് ആയിട്ടില്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4. അത് സെറ്റ് ആയില്ലെങ്കിൽ ഒരു പേപ്പർ ബാൾ എടുക്കാം. ലാസ്റ്റ് BaCl ബേരിയം ക്ലോറൈഡ് ചേർക്കും. ഇത്രയും ഓക്കെയാണ്. ഓക്കെയാണ്. ഇതിനപ്പുറത്ത് ഒരു ഐഡിയ കൂടെ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ലാബിൽ കയറുമ്പോൾ തന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അല്ലെങ്കിൽ സാൾട്ട് ഉണ്ട്. സാൾട്ടിൽ ബേരിയം ക്ലോറൈഡ് നിങ്ങൾ ചേർക്കുക. ബേരിയം ക്ലോറൈഡ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഒന്നിൽ സൾഫേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കാർബണേറ്റ് ആയിരിക്കും. എങ്ങനെ സാർ ഐഡിയ ആണ്. നിങ്ങൾ ആദ്യം ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, സാൾട്ട് ഇടുന്നു. സാൾട്ട് ഇട്ടതിന് ശേഷം ബേരിയം ക്ലോറൈഡ് ചേർക്കുക. ബേരിയം ക്ലോറൈഡ് ചേർത്തിട്ട് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ഒന്നുകിൽ സൾഫേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കാർബണേറ്റ് ആയിരിക്കും. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലോട്ട് ഡൈല്യൂട്ട് HCl നിങ്ങൾ ചേർക്കുന്നു. ഡൈല്യൂട്ട് HCl ചേർത്താൽ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പോയി എങ്കിൽ കാർബണേറ്റ് ആണ്, പോയിട്ടില്ലെങ്കിൽ സൾഫേറ്റ് ആണ്. റെഡി? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പോയി എങ്കിൽ അത് കാർബണേറ്റ് ആണ്, പോയില്ലെങ്കിൽ സൾഫേറ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് രണ്ടുമല്ല ഉറപ്പിച്ചാൽ പിന്നെ ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നേരെ അവൻ്റെ കൺഫർമേറ്ററിലോട്ട് പോവുക. ഇതിന് സമയം കളയുന്നേ, ഇതൊക്കെ ചെയ്തിട്ട് തന്നെ സമയം കളയുന്നേ. ഇവൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി നേരെ അവൻ്റെ കൺഫർമേറ്ററിൽ പോവുക. കൺഫർമേറ്റർ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ തിരിച്ച് വരേണ്ടതുള്ളൂ. കിട്ടിയാൽ അതിന് ബാക്കി ചെയ്ത് വേഗം തീർക്കാം. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കാം ഈ പരിപാടി എല്ലാം തന്നെ. അപ്പോൾ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എല്ലാം സാൾട്ടിലാണ്. ഈ ലാസ്റ്റ് പറഞ്ഞ സാധനം കിട്ടുന്നവർക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ ഓർഡർ ചെന്ന് ചെയ്തു പോയാൽ മതി. ഓക്കെ, റെഡി? ഇനി അടുത്തത് സാൾട്ടിലാണ്. ഇത് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എല്ലാം സാൾട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ആനയോണുകളുടെ കൺഫർമേറ്ററി ടെസ്റ്റിലെല്ലാം തന്നെ സാൾട്ട് സൊല്യൂഷനുകളിലാണ്. കൺഫർമേറ്ററി ടെസ്റ്റിലെല്ലാം തന്നെ എന്താണ്? സാൾട്ട് സൊല്യൂഷനിലാണ് നിങ്ങൾ ചേർക്കേണ്ടത്. അപ്പൊ പകുതി കുറെ കൺഫ്യൂഷൻ അങ്ങോട്ട് മാറി. സാൾട്ട് ആണോ സാൾട്ട് സൊല്യൂഷൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇവിടെ മാറി. ഇതെല്ലാം ഇതിന്റെ കൺഫർമേറ്റർ എല്ലാം എന്താണ്? ആനയോണുകളുടെ കൺഫർമേറ്റർ കംപ്ലീറ്റ് സാൾട്ട് സൊല്യൂഷനിലാണ്. ഈ സാൾട്ട് സൊല്യൂഷനിൽ ആരൊക്കെയാണ് ചേർക്കുന്നുള്ള കാര്യം നോക്കണേ. ഇതേ ഓർഡറിലാണ്. ആദ്യം നിങ്ങൾ ബേരിയം ക്ലോറൈഡ് ചേർക്കുന്നു. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നിർത്തിയത് എവിടെയാണ്? ബേരിയം ക്ലോറൈഡിലാണ്. ഇത് കാർബണേറ്റിന്റെ ടെസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു ഹിന്റ് പറഞ്ഞു തന്നില്ലേ, ആ സാധനമാണ് ഇത്. ഇതിന്റെ കൺഫർമേറ്റർ എന്താ? സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, ബേരിയം ക്ലോറൈഡ് ചേർക്കുക. ബേരിയം ക്ലോറൈഡ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എഴുതണം. നിങ്ങളുടെ സ്കീമില്ലേ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അത് ഡൈല്യൂട്ട് HCl കൂടെ നിങ്ങൾ ചേർക്കും. ഡൈല്യൂട്ട് HCl ചേർത്തിട്ട് കളർ പോയാൽ അത് കാർബണേറ്റ് ആണ്. ഇവിടെ കളർ പോയില്ലെങ്കിൽ അത് സൾഫേറ്റ് ആണ്. കിട്ടിയോ? ബേരിയം ക്ലോറൈഡ് ഉണ്ട്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടണം. കിട്ടുക മാത്രമല്ല ഡൈല്യൂട്ട് HCl ചേർത്താൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പോവണം. അങ്ങനെ പോയാൽ മാത്രമാണ് അത് കാർബണേറ്റ്. ഇനി അസറ്റേറ്റ് ആണെങ്കിൽ പുതിയ സ്മെല്ല് ഉണ്ടല്ലോ, ഡൈല്യൂട്ട് H2SO4 ചേർത്താൽ സ്മെല്ല് വന്നാൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക. അത് ഫെറിക് ക്ലോറൈഡ് ചേർക്കുക. ആ അസറ്റേറ്റിൽ, ആ സാൾട്ട് സൊല്യൂഷനിൽ എന്ത് ചെയ്യുക? ഫെറിക് ക്ലോറൈഡ് ചേർക്കുക. ഫെറിക് ക്ലോറൈഡ് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുക. എന്താണ് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്? ഈ അയണിന്റെ അസറ്റേറ്റ് ആണ്, ഫെറിക് അസറ്റേറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവണം. ഇനി നേരെ മറിച്ച് നമുക്ക് അവിടെ ഡൈല്യൂട്ട് H2SO4 കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്ത വൈറ്റ് ഗ്യാസ് ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. NH4 ചേർത്തപ്പോൾ ഗ്യാസിന്റെ അളവ് കൂടിയെന്ന് വിചാരിക്കുക. ക്ലോറൈഡ് എന്ന് മനസ്സിലാക്കി നേരെ ക്ലോറൈഡിന്റെ കൺഫർമേറ്റർ ടെസ്റ്റ്. ക്ലോറൈഡിന്റെ കൺഫർമേറ്റർ എന്താ? സാൾട്ട് സൊല്യൂഷൻ ആണ് ഉറപ്പായും. അതിൽ ചേർക്കേണ്ട രണ്ടാളുകൾ നോക്കിക്കേ, HNO3 AgNO3. എങ്ങനെ പഠിക്കാൻ ഈസിയിൽ? HNO3 AgNO3, കോൺസെൻട്രേറ്റഡ് HNO3 AgNO3. റെഡി? HNO3 AgNO3 ചേർക്കാം. അവിടെ ഒരു വൈറ്റ് കേർഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടണം. ഇവിടെ എന്താണ്? വൈറ്റ് കേർഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടണം. അത് നിങ്ങൾക്ക് നോക്കി. വൈറ്റ് കേർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള കുറച്ച് സാധാരണ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, വലിയ വ്യത്യാസമല്ല. വൈറ്റ് കേർഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പേപ്പർ ബാളും കൂടെ ചേർത്തിട്ട് അവിടെ റെഡിഷ് ബ്രൗൺ ഗ്യാസ് ആണ് ഉണ്ടായതെങ്കിൽ നൈട്രേറ്റ് ആണെന്ന് തോന്നി. നേരെ നൈട്രേറ്റിന്റെ ടെസ്റ്റ് ചെയ്യുന്നു. നൈട്രേറ്റ് ടെസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? നൈട്രേറ്റിന്റെ കൺഫർമേറ്റർ ടെസ്റ്റ് എന്ന ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, FeSO4 ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. രണ്ടും ഈക്വൽ വോളിയം ആയിരിക്കണം. ഫെറസ് സൾഫേറ്റ് ചേർക്കുന്നു, സാൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു, രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നു. അതിലോട്ട് H2SO4 ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലൂടെ ചേർക്കും അല്ലേ? ടെസ്റ്റ് ട്യൂബ് സൈഡിലൂടെ ഡ്രോപ്പ് H2SO4 ചേർത്തു എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ റിംഗ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നൈട്രേറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണമല്ലോ. ഇവിടെ ചേർക്കേണ്ട ആരൊക്കെ നോക്ക്? FeSO4 H2SO4 പറഞ്ഞിട്ട് ഈ ഓർഡർ നിങ്ങൾ നോക്കി വെക്കണം. റെഡി? ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് HNO3 AgNO3. ഇവിടെ FeSO4 H2SO4. ഇനി അടുത്തത് ലാസ്റ്റ് സൾഫേറ്റ് ആണെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. അവിടെ രണ്ട് അസറ്റേറ്റ് എന്നുള്ള പരിപാടിയാണ്. നോക്ക്, ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും. അസറ്റിക് ആസിഡ് ലെഡ് അസറ്റേറ്റ്.
ഇങ്ങനെ കോംബോ വെച്ചുകൊണ്ട് ഇവരുടെ റിയേജന്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഓർത്ത് വെക്കാവുന്നതാണ്. HNO3 AgNO3 HNO3 AgNO3 H2SO4 FeSO4 H2SO4 FeSO4 ആദ്യം FeSO4 ചേർക്കണ്ടേ. റെഡി. ഇതിനകത്ത് അസറ്റിക് ആസിഡ് ലെഡ് അസിറ്റേറ്റ്, അസറ്റിക് ആസിഡ് ലെഡ് അസിറ്റേറ്റ്, അസറ്റിക് ആസിഡ് ലെഡ് അസിറ്റേറ്റ്. ഇവിടെ നിങ്ങൾക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് കൺഫർമേറ്റഡ് ടെസ്റ്റുകൾ. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ആനയോണുകളുടെ ടെസ്റ്റുകളെല്ലാം തന്നെ സാൾട്ടിലും, ആനയോണുകൾ കൺഫർമേറ്റഡ് ടെസ്റ്റുകളെല്ലാം സാൾട്ട് സൊല്യൂഷനുമാണ്. അവരുടെ ഓർഡർ നിങ്ങൾ ഓർത്ത് വെച്ചാൽ ആരൊക്കെയാണ് ചേർക്കുന്നത്, എന്തൊക്കെയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് അല്ലേ. ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ഏതിൻ്റെയാണ്? കാറ്റയോണുകളുടെ 0 ഗ്രൂപ്പ് മുതൽ 6 ഗ്രൂപ്പ് വരെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കോപ്പർ എന്ന് പറയുന്ന ഭാഗം വേണ്ടാത്തതാണ്. വേണ്ടാത്തത് എന്നുള്ളതിനെ ഞാൻ ഗ്രീൻ കളറിൽ കാണിക്കാം. ഓക്കെ, ഇത് വേണ്ടാത്തതാണ്, പക്ഷെ എന്തെങ്കിലും നമുക്ക് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്ലൂ കളറിൽ കൊടുക്കാം. ഇനി നോക്ക് ഗ്രൂപ്പുകൾ ഏതൊക്കെയാന്ന് നോക്കി. 0 ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുകളും പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ. ഈ ഗ്രൂപ്പുകളും പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നേരത്തെ സ്ലൈഡിൽ നിങ്ങൾക്ക് മറന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്ന് ചെറുതാക്കുന്നുണ്ട്. നേരത്തെയുള്ള ഗ്രൂപ്പുകളും ഈ പീരിയോഡിക് ടേബിളിലെ ഈ പറഞ്ഞ ഗ്രൂപ്പുകളും പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് എത്രാമത്തെ ഗ്രൂപ്പാണെന്ന് ചോദിക്കുമ്പോൾ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് പലതും പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പിലുള്ള എലമെന്റ് എന്നൊക്കെ അത് വേറെ, ഇത് വേറെ കേട്ടോ. അങ്ങനെ തെറ്റിച്ച് വൈവ ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞ ആളുകളെ എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഗ്രൂപ്പും പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പും തമ്മിൽ ഒരു ബന്ധവുമില്ല. 0 ഗ്രൂപ്പ് അമോണിയമാണ്. അവിടെ ടെസ്റ്റുകൾ ഓരോ നോക്കണേ. ഇനി ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ടും സാൾട്ട് സൊല്യൂഷനിലാണ്. അവിടെ ആനയോണുകളുടെ ഐഡന്റിഫിക്കേഷൻ സാൾട്ടിലും അവരുടെ കൺഫർമേറ്ററി സാൾട്ട് സൊല്യൂഷനിലുമായിരുന്നു. ഇവിടെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ സാൾട്ടിലല്ല, സാൾട്ട് സൊല്യൂഷനിലാണ്. സാൾട്ടിലല്ല, സാൾട്ട്. അപ്പൊ ഈ ടെസ്റ്റുകളെല്ലാം എന്താണ്? സാൾട്ട് സൊല്യൂഷനിലാണ്. അവ ചേർക്കേണ്ട ആളുകളൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ച് ഓർത്ത് വെക്കാൻ പറ്റും. നോക്കണേ, ഇവരെ ഇതേ ഓർഡറിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേ. കോപ്പർ അടക്കമുള്ള ആളുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇത് ചെയ്യാനില്ല എന്ന് മാത്രമേ ഉള്ളൂ, എഴുതി കൊടുക്കാനുണ്ട്, ഓർപ്പിക്കുന്നു. അപ്പൊ ഇതേ ഓർഡറിൽ ഈ ആളുകളെ ഓർത്ത് വെച്ചാൽ ഈ സാൾട്ട് സൊല്യൂഷൻ ചേർക്കേണ്ട ആളുകൾ നിങ്ങൾ നോക്കുള്ളൂ. ആദ്യം നമ്മൾ ചേർക്കുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. ആദ്യത്തെ ഈ 2 ആളുകളിലും തൊട്ട് മുന്നേ പറഞ്ഞ 2 ആളുകളും ഓരോ ആളുകളെ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ വരുന്നതിലൊക്കെ 2-3 ആളുകളൊക്കെയാണ്. അപ്പൊ ഇതിൽ നമ്മൾ സോഡിയം കാർബണേറ്റ് ആണ് ചേർക്കുന്നത്. സോഡിയം ഈ ഒരു ടെസ്റ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന സാൾട്ടിന്റെ സൊല്യൂഷനിൽ Na2CO3 നിങ്ങൾ ചേർക്കുന്നു. NO2CO3 നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയേ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല. കാരണം ഒരു പ്രസിപ്പിറ്റേറ്റും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് അത് അമോണിയം എന്ന് പറയാൻ സാധിക്കുക. അതായത് ഇവരെ നമുക്ക് ചേർത്തുമ്പോൾ ഇവിടെ എന്തായിരിക്കണം? നോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കണം. ഇവിടെ ഒരു പ്രസിപ്പിറ്റേറ്റും കിട്ടാൻ പാടില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അമോണിയമാണ്. ചിലരുണ്ട് അമോണിയയുടെ സാൾട്ട് സൊല്യൂഷനിൽ Na2CO3 ചേർക്കുന്നു, അയ്യോ മിസ്സേ ഒരു പ്രസിപ്പിറ്റേറ്റും വന്നില്ല എന്ന് പറഞ്ഞ് ഒഴിച്ചു കളയും. അങ്ങനെയല്ല. ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ യുറേക്ക, നമ്മൾ എന്താണ്, അത് അമോണിയമാണ്. നേരെ അമോണിയത്തിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് പോവുക. കാറ്റയോണുകളുടെ കൺഫർമേറ്ററി 2 എണ്ണം ഉണ്ട്. അതെന്റെ ഐഡി ഞാൻ പറഞ്ഞുതരാം. എളുപ്പമാണ്, സൂപ്പറാ. അപ്പൊ സാൾട്ട് സൊല്യൂഷൻ Na2CO3 ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടാൻ പാടില്ല. കിട്ടിയില്ലെങ്കിൽ അത് പ്രസൻസ് ഓഫ് അമോണിയം അല്ലെങ്കിൽ 0 ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. ഇനി ലെഡിന്റെ കേസ് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ എന്ന് നമുക്ക് ചെയ്യാൻ ഇവിടെ ചെയ്തിട്ട് നമുക്ക് വല്ല പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടി വരും. അങ്ങനെ അടുത്ത് നമ്മൾ ചേർക്കുന്നത് ഡൈലൂട്ട് HCl ആണ്. സാൾട്ട് സൊല്യൂഷനിൽ ഡൈലൂട്ട് HCl ചേർക്കണം. ഇവിടെ പറയുന്ന എല്ലാ സാധനം ഉണ്ടല്ലോ എല്ലാം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ചിലത് മാറ്റമുണ്ട്, കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ആദ്യത്തിൽ ഒരു പ്രസിപ്പിറ്റേറ്റും കിട്ടാൻ പാടില്ല. രണ്ടാമത് നമുക്ക് കിട്ടേണ്ടത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അങ്ങനെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ലെഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാൻ പോവാം. അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇല്ല, വേറൊരു പ്രസിപ്പിറ്റേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള വല്ല ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ടെസ്റ്റ് ആക്ച്വലി ഇത് ചെയ്യേണ്ടതില്ല, ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ആക്ച്വലി ബ്ലാക്ക് ആണ്. ഒരിക്കലും തന്നെ നമുക്ക് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ടെസ്റ്റ് നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എന്ത് ചെയ്യാം, മുകളിലുള്ള സാധനത്തിൽ H2S ചേർത്താൽ മതി, അതായത് സൾഫൈഡ് ചേർത്താൽ മതി. അങ്ങനെ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കോപ്പറാണ്. ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്നുള്ള ധാരണയിൽ ഞാൻ പോകുന്നു. ഓക്കെ, ഈ ടെസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കണം. ഒരു പ്രസിപ്പിറ്റേറ്റും കിട്ടിയില്ല എന്ന് എഴുതി കൊടുക്കണം. ഇനി അടുത്ത ടെസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കണേ. അതായത് 3ാമത്തെ ഗ്രൂപ്പ് മുതൽ അവസാനത്തെ ഗ്രൂപ്പ് വരെ കോമൺ ആയിട്ട് നിങ്ങൾക്കൊരു ട്രെൻഡ് കാണാം. എന്താണത്? സാൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു, NH4Cl ഉം NH4OH ചേർക്കുന്നു. NH4Cl ഉം NH4OH, NH4Cl ഉം NH4OH, NH4Cl ഉം NH4OH. ഇതിലെല്ലാം ഒരേ ആളുകളാണ്. ഈ താഴത്തോട്ട് വരുമ്പോൾ അവസാനത്തെ 3 ആളുകളുടെ എക്സ്ട്രാ ഒരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സാൾട്ട് സൊല്യൂഷൻ എടുക്കുമ്പോൾ NH4OH ഉം NH4Cl ഉം കൂടെ ചേർക്കുകയാണെങ്കിൽ അത് അലുമിനിയമാണ്. സോറി, അവിടെ എന്താണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത്? വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടേണ്ടത്. വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടേണ്ടത്. അങ്ങനെ വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൽ H2S ചേർക്കുക.
H2S ചേർത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? H2S ചേർക്കുന്നു. ആ H2S ചേർത്തതിന് ശേഷം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് സിങ്ക് ആയിരിക്കും. അങ്ങനെ അവിടെയും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ല, ഇവിടെയും വൈറ്റ് ജലാറ്റിൻ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ല എങ്കിൽ അത് കളയുക. കളഞ്ഞതിന് ശേഷം വീണ്ടും വേറെ സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, വീണ്ടും NH4Cl N4OH ചേർക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അമോണിയം കാർബണേറ്റ് ചേർക്കുന്നു. അമോണിയം കാർബണേറ്റ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? അത് ബേരിയമോ കാൽസ്യമോ ആണ് എന്ന്. വളരെ ഈസി ആയിട്ട് ബേരിയത്തിന്റെയും കാൽസ്യത്തിന്റെയും ഫ്ലെയിം ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ ചെയ്തു എന്ന് എഴുതി കൊടുത്താൽ മതി. റിപ്പോർട്ട് എഴുതുമ്പോൾ എല്ലാം എഴുതണം. ചെയ്യാൻ വളരെ ട്രിക്കുണ്ട്. ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാം. ഫ്ലെയിം ടെസ്റ്റ്, ആഷ് ടെസ്റ്റ് ഒക്കെ ചെയ്താൽ അത് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് നിങ്ങൾക്ക് ഏതാണ് കാറ്റോൺ ഏതാണ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്. പക്ഷേ എഴുതി കൊടുക്കുമ്പോൾ, റിപ്പോർട്ട് എഴുതി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലാബിൽ റെക്കോർഡിൽ നിങ്ങൾ എഴുതിയില്ലേ അതുപോലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കിട്ടി എന്ന് പറഞ്ഞിങ്ങനെ എഴുതി ആ റിപ്പോർട്ട് അതുവരെയുള്ള കാറ്റോൺ വരെയും ആനോണ്ട് വരെയുമുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കണം. അല്ലാണ്ട് കയറി ഉടനെ തന്നെ മാധവ് സാർ പറഞ്ഞ ട്രിക്ക് ഉണ്ട്, അത് ഞാൻ എഴുതിയിട്ട് കിട്ടി എന്ന് പറഞ്ഞ 2 ലൈനിൽ റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ചെയ്യരുതേ. ഞാൻ ലാബിനകത്ത് കയറി എങ്ങനെ ഇതൊക്കെ ഓർത്ത് വെച്ച് ചെയ്യാമെന്നുള്ളതിന് ഐഡിയ ആണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് സോഡിയം കാർബണേറ്റ് കൂടി ചേർക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ബേരിയമോ കാൽസ്യമോ ആയിരിക്കും. അതല്ലെങ്കിൽ അല്ല. ഇതിനടുത്ത് നമ്മൾ സാൾട്ട് സൊല്യൂഷൻ എടുക്കുന്നു. NH4Cl N4OH, NH4Cl N4OH, NH4Cl N4OH കേട്ടോ, NH4Cl N4OH. എന്നിട്ട് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ചേർക്കുക. ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ചേർത്താൽ അവിടെ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് കിട്ടണം. വൈറ്റ് ക്രിസ്റ്റലൈൻ PPT കിട്ടണം. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കണേ, ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്ന ഈവൻ ഉറപ്പായി നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് വിടാം. ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റിന്റെ കാര്യം വിട്ടേ. പിന്നെ ആദ്യത്തെ അമോണിയയുടെ കാര്യം അവിടെ നോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ മാത്രമാണ് അമോണിയ. ബാക്കി എന്ത് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാലും അത് അമോണിയ അല്ല. ഈ 2 ആൾ ഒഴികെ ബാക്കി എല്ലാവരും നിങ്ങൾ നോക്കിക്കേ വൈറ്റ് പ്രസിപ്പിറ്റേറ്റാണ്. വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് ജലാറ്റിൻ പ്രസിപ്പിറ്റേറ്റ്, ബാക്കിയൊക്കെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ബാക്കിയുള്ളതൊക്കെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കാൻ ഈസി. അപ്പോൾ എന്ത് കിട്ടണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് റെഡിയായി. അപ്പോൾ എന്ത് ടെസ്റ്റ് ചെയ്യണം, ആരൊക്കെ ചേർക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഇനി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ആൾക്കാരെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇവരെ മാത്രം ഓർത്തിരുന്നാൽ മതി. എന്തൊക്കെ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ കൺഫർമേറ്ററി ടെസ്റ്റിലോട്ട് പോവാം. ഏത് ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ മാത്രം കൺഫർമേറ്ററി. ഓരോ ഗ്രൂപ്പിനും കൺഫർമേറ്ററി ടെസ്റ്റിൽ 2 ടെസ്റ്റ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്താൽ തന്നെ അതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെയും രണ്ടാമത്തെയും ടെസ്റ്റ് ചെയ്യാൻ ചില സ്കൂളുകളിൽ പറഞ്ഞേക്കാം, ടീച്ചർ പറഞ്ഞേക്കാം, ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി വരും, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ചെയ്തേക്കാം. എങ്കിലും ഒരു ഐഡിയ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ കൺഫർമേറ്ററി ടെസ്റ്റുകൾ നിങ്ങൾ നോക്കണം. ഇതിന്റെയൊക്കെ കൺഫർമേറ്ററി ടെസ്റ്റിൽ 2 ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ടെസ്റ്റ്, സെക്കൻഡ് ടെസ്റ്റ്. ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ആനയോണുകളുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് സാൾട്ടിലും ആനയോണുകളുടെ കൺഫർമേറ്ററി ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷനിലും ആയിരുന്നു. കാറ്റയോണുകളുടെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷനിലാണ്. ഇനി അവരുടെ കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ടല്ലോ, ഒന്നാമത്തെ കൺഫർമേറ്ററി, കൺഫർമേറ്ററി ടെസ്റ്റിൽ 1 ഉണ്ടായിരിക്കും, കൺഫർമേറ്ററി ടെസ്റ്റ് 2 ഉണ്ടായിരിക്കും. ഒരേ ആളുകളുടെ 2 കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ടായിരിക്കും. സ്കീം നിങ്ങൾ നോക്കിയാൽ കിട്ടും. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് മക്കളെ സാൾട്ട് സൊല്യൂഷനിലാണ്. നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ ടെസ്റ്റ് എല്ലാം തന്നെ സാൾട്ടിലാണ്. അത്രയേ ഉള്ളൂ. റെഡി? ഒന്നാമത്തെ ടെസ്റ്റ് എല്ലാം സാൾട്ട് സൊല്യൂഷനിൽ, രണ്ടാമത്തെ ടെസ്റ്റ് എല്ലാം തന്നെ എന്താണ്? സാൾട്ടുകളിലാണ്. ഇനി ഇവർക്കെല്ലാം മറ്റു കാര്യങ്ങൾ, ഇതിൽ പഞ്ച സ്മെല്ല്, എന്താണ് നെസൽ ശ്രീയായിട്ട് ചേർക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഈ 2 ആളുകളെ മാത്രം നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോയിക്കോളൂ. ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ഉണ്ടല്ലോ സെറ്റ് കൺഫർമേറ്ററി ടെസ്റ്റ് സെറ്റാക്കി തരാം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2 ടെസ്റ്റാണ്, ആഷ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റും. ആഷ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റും. എന്താണ് ആഷ് ടെസ്റ്റ്, എന്താണ് ഫ്ലെയിം ടെസ്റ്റ്? ആഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാരം ഉണ്ടാക്കേണ്ട, ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തീന്റെ കളർ നോക്കുക. ആഷ് ടെസ്റ്റിൽ ടു എ ലിറ്റിൽ ഓഫ് സാൾട്ട് ഇസ് ബോയിൽഡ് വിത്ത്, അതായത് ആഷ് ടെസ്റ്റുകളെല്ലാം തന്നെ കാറ്റയോണുകളുടെ കൺഫർമേറ്ററി ടെസ്റ്റിൽ 2ാമത്തെ ടെസ്റ്റ് ആയിരിക്കും. അതേപോലെ ഫ്ലെയിം ടെസ്റ്റും അതേപോലെ 2ാമത്തെ ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ 2ാമത്തെ ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? സാൾട്ട് ആണ് എടുക്കേണ്ടത്. ആഷ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റും എല്ലാം തന്നെ കൺഫർമേറ്ററി ടെസ്റ്റിൽ 2ാമത്തെ ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റ് തന്നെ ധാരാളമാണ്. അതാണ് കാറ്റയോൺ എന്ന് ഉറപ്പിക്കാൻ. 2 little of salt is boiled with 1 ml of each concentrated nitric acid, concentrated cobalt nitrate. അതായത് HNO3യും കോബാൾട്ട് നൈട്രേറ്റും. കോബാൾട്ട് നൈട്രേറ്റ് പറഞ്ഞാൽ കോബാൾട്ടിന്റെ NO3 ആണ്. അപ്പോൾ കോബാൾട്ട് നൈട്രേറ്റ്, നൈട്രിക് ആസിഡ്. കോബാൾട്ട് നൈട്രേറ്റ് പേര് പറയുമ്പോൾ നൈട്രേറ്റ്, നൈട്രിക് ആസിഡ്. കോബാൾട്ട് നൈട്രേറ്റ്, നൈട്രിക് ആസിഡ്. ഓക്കെ, അത് രണ്ടും എടുക്കുന്നു. അതിലോട്ടൊരു ഫിൽറ്റർ പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം എന്ത് ചെയ്യുക? ഫ്ലെയിമിൽ കാണിക്കുക. എന്നിട്ട് ചാരം നോക്കുക. ചാരത്തിന്റെ കളർ നോക്കുക. 3 കളറുകളാണ്. ഈ 3 കളറിൽ ഏതെങ്കിലും ഒരു കളറാണ് കിട്ടേണ്ടത്. ചാരത്തിന്റെ കളർ എന്തായാലും ചാരത്തിന്റെ കളറല്ലേ, ആഷ് കളർ അല്ലേ സാർ എന്ന് പറയാം. ഓക്കെ, ആയിക്കോട്ടെ. ആ കളർ അല്ലാതെ അതിന്റെ അരികിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 3 കളറിൽ ഏതെങ്കിലും ഒരു കളർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ബ്ലൂ ടിൻറ്റഡ് ആഷ് ആണെങ്കിൽ, ആഷിന് ഒരു ബ്ലൂ കളർ ഉണ്ടെങ്കിൽ പൊന്നുമക്കളെ അത് അലുമിനിയമാണ്, Al3+ ആണ്. ഇനി ഗ്രീൻ കളറാണ്, ഗ്രീനിന്റെ ചെറിയൊരു ഷെയ്ഡ് അവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? സിങ്ക് ആണ്. ഇനി പിങ്ക് കളറാണ് വരുന്നതെങ്കിൽ അത് മെഗ്നീഷ്യമാണ്, Mg2+.
അപ്പൊ 3 കളറുകൾ ഏതൊക്കെയാണ്? ബ്ലൂ, ഗ്രീൻ, പിങ്ക്. BGP ആണ്. BGP. ബ്ലൂ, ഗ്രീൻ, പിങ്ക്. ആഷ് ടെസ്റ്റിൽ ഏതൊക്കെയാണ്? ബ്ലൂ, ഗ്രീൻ, പിങ്ക്. ബ്ലൂവിൽ ഗ്ലൂ എൽ ഉണ്ട്, അലുമിനിയത്തിൽ എൽ ഉണ്ട്. ബ്ലൂ എൽ അലുമിനിയം, ബ്ലൂ എൽ അലുമിനിയം, ബ്ലൂ അലുമിനിയം. ഗ്രീൻ സിങ്ക് എൻ. ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ അതുകൊണ്ട്. അപ്പൊ ഗ്രീൻ എന്നുണ്ട്, സിങ്കിൽ എന്നുണ്ട്. അപ്പൊ ഗ്രീൻ എന്താണ്? സിങ്ക് ആണ്. പിന്നെ പിങ്ക് മെഗ്നീഷ്യം മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനത്തെ ആൾക്കാണ് എന്തുള്ളത്? മെഗ്നീഷ്യത്തിൽ പിങ്ക് കളറാണ് വരുന്നത്. ഏറ്റവും അവസാനം കിടക്കുന്ന പിങ്കിന് എന്താണ്? അവസാനം കിടക്കുന്ന മെഗ്നീഷ്യം എന്ത് കളറാണ്? പിങ്ക് കളറാണ്. പിങ്ക് മെഗ്നീഷ്യം ഓർത്ത് വെച്ചല്ലോ ഓൾറെഡി. ഇതിനകത്ത് ഫ്ലെയിം ടെസ്റ്റ് എന്താണ്? ഫ്ലെയിം ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 5ാമത്തെ ഗ്രൂപ്പിലുള്ള കാൽസ്യവും ബേരിയവും അവർക്ക് മാത്രമാണ് ഈ ഒരു ഫ്ലെയിം ടെസ്റ്റ് ഉള്ളത്. അവനെ മുമ്പിലുള്ള ആൾക്കും പിമ്പിലുള്ള ആൾക്കും എന്താണ്? ഫ്ലെയിം ആഷ് ടെസ്റ്റ് ആണ്. അതായത് നോക്ക്, ഈ ആൾക്ക് മാത്രമാണ് ഫ്ലെയിം ടെസ്റ്റ് ഉണ്ടായിരിക്കുക. റെഡി? ഈ മുകളിലുള്ള ആളും താഴത്തുള്ള ആൾക്കുമാണ് എന്ത്? ആഷ് ടെസ്റ്റ് ഉള്ളത്. ആ ഫ്ലെയിം ടെസ്റ്റ് എങ്ങനെയാണ്? 2 little salt is made into a paste with concentrated sulfuric acid, concentrated HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു പേസ്റ്റ് ആക്കി മാറ്റി ആ പേസ്റ്റിനെ ഗ്ലാസ്സിലോട് വെച്ച് തീയിൽ കാണിക്കുക. അപ്പോൾ തീക്ക് ഒരു കളർ ഉണ്ടാവും. തീക്കറിന്റെ കളർ എന്താണ്? ഗ്രാസി ഗ്രീനും ബ്രിക്ക് റെഡും. ബേരിയത്തിനും കാൽസ്യത്തിനും മാത്രമാണ് ഈ ഫ്ലെയിം ടെസ്റ്റ്. അപ്പോൾ അതിൽ ഗ്രാസി ഗ്രീനും ബ്രിക്ക് റെഡ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിക്കേ. ഗ്രാസി ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അത് ബേരിയമാണ്. Ba2+. കാൽസ്യത്തിന് ബ്രിക്ക് റെഡ് കളർ. ചെങ്കലിന്റെ കളറാണ് കാൽസ്യത്തിന് ഓർക്കുക. ഒരു ചെങ്കലത്തിന്റെ കളറാണ് കാൽസ്യം ഓർക്കുക. അപ്പോൾ ഈ ടെസ്റ്റുകൾ തന്നെയാണ് കൺഫർമേറ്ററി ടെസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അമോണിയയുടെയും ലെഡിന്റെയും കൺഫർമേറ്ററി ടെസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഏതാണ്? ലിസ്ലസ് റിയേജന്റ്, പഞ്ചസ്ബലിൻ, മറ്റു കാര്യങ്ങളുണ്ട്. ലെഡിന്റെ ഒരു കാര്യമുണ്ട്, കോപ്പറിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതില്ല, ചെയ്യേണ്ടതുമില്ല, എഴുതി കൊടുക്കേണ്ടതുമില്ല. അപ്പൊ കോപ്പർ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ കൺഫർമേറ്ററി നോക്കിയേ വേണ്ട. ഇല്ല, സ്കൂളുകളിലില്ല. ഏതെങ്കിലും സ്കൂളിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നോ എനിക്ക് അറിയത്തില്ല. ഇല്ല എന്നാണ് എന്റെ ഉറപ്പ്. ദെൻ അതിനുശേഷമുള്ള ആളുകളെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടതുണ്ട്. 5ാമത്തെ ഗ്രൂപ്പായ ബേരിയം കാൽസ്യം ആണോ എന്ന് അറിയാൻ വേണ്ടി നേരെ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുക. ചെയ്തിട്ട് കിട്ടിയ ഇവന്മാർ തന്നെയാണ് ഉറപ്പിച്ച്, വേറെ ഒന്നും നോക്കാനില്ല. അവന് മുന്നിലുള്ള രണ്ടാൾക്കും മുന്നിലുള്ളവർക്കും താഴത്തുള്ളവർക്കും എന്തുണ്ട്? ആഷിസ്റ്റ് ആണ്. അലുമിനിയം ബ്ലൂ, സിങ്ക് എൻ. അപ്പോൾ ഗ്രീൻ. പിന്നെയുള്ള പിങ്ക് ഏതാണ്? മെഗ്നീഷ്യമാണ്. ഇവരുടെ ഈ ടെസ്റ്റുകൾ മാത്രം നോക്കി വെച്ചാൽ മതി. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മുഴുവൻ മാർക്കും ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരു തെറ്റും വരുത്താതെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിൽ കയറി സാൾട്ട് അനാലിസിസ് നിങ്ങൾ അടിച്ച് പൊളിച്ച് ചെയ്ത് ഇറങ്ങി വരണം. ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും ലാബ് എക്സാമിൽ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ സാൾട്ട് അനാലിസിസ് പൊളിക്കണം, ഉഷാറായിട്ട് എഴുതി കൊടുക്കണം. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പഠിച്ചിരിക്കുന്ന കളിൽ കൃത്യമായി ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണാം. ക്ലാസ്സിനെ കുറിച്ച് കമന്റ് ബോക്സിലേക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ശരിയായി. പിന്നെ മാത്രമേ സർട്ടിഫിക്കറ്റിൽ നോക്കിയിട്ടും